ഇക്കാലം അത്രയും നമ്മൾ പറഞ്ഞു വന്നിരുന്നത് പാണക്കാട്ടെ ഒരു തങ്ങൾക്ക് ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ ക്രൂരതയാണ് എന്ന് നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് പോയ ആളുകളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. സമസ്തയിൽ നിന്ന് വിഘടിച്ചു പോയ ആളുകളെക്കുറിച്ച് നമ്മൾ ആക്ഷേപമായി പറയാറുണ്ടല്ലോ. എന്നാൽ നമ്മൾ അറിയണം, ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് മാത്രമാണോ രാജിവെച്ച് പോകേണ്ടി വന്നിട്ടുള്ളത്? അതുമാത്രമല്ല, ആ SSFന് പകരമായി സമസ്തക്ക് കീഴിൽ വിദ്യാർത്ഥി യുവജന വിഭാഗത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട SKSSFന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്ക് രാജിവെച്ച് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എത്ര പേർക്കറിയാം? തങ്ങൾ ഹയാത്തിലുണ്ടല്ലോ, അന്വേഷിക്കാമല്ലോ. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം കൂടിയാണ്. SKSSFന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇരിക്കുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നാസർ ഫൈസി കൂടത്തായിരിക്കുന്നു. ഒരു കാലത്തും അദ്ദേഹം തങ്ങൾക്ക് വേണ്ട അർഹതപ്പെട്ട സ്ഥാനമോ മാനമോ നൽകിയിട്ടില്ല, ആദരവോ നൽകിയിട്ടില്ല എന്ന് സഹപ്രവർത്തകർ ഇന്നും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കാരണം തങ്ങളെ നോക്കുകുത്തിയാക്കി കാര്യവിവരങ്ങളൊന്നും തങ്ങളെ ധരിപ്പിക്കാതെ ഒരു സ്വേച്ഛാധിപതിയായി, ഒരു ഏകാധിപതിയായി അദ്ദേഹം നടത്തിയ പടയോട്ടം, ആ പടയോട്ടത്തിൽ മനസ്സു വേദനിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ സമ്മതത്തോടുകൂടെ SKSSFൽ നിന്ന് രാജിവെച്ച് പോകേണ്ടി വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവസാനം ബന്ധപ്പെട്ടവരൊക്കെ ഉമർ അലി ശിഹാബ് തങ്ങളെ കണ്ട് കാര്യം ഒരു മയത്തിലാക്കി അവസാനം ഉമർ അലി ശിഹാബ് തങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ് വീണ്ടും ആ സ്ഥാനത്തേക്ക് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ വന്നത്. ഒരു ദിവസത്തെ ദൈർഘ്യം പോലും ഇല്ലാത്ത ഒരു ചെറിയ വിഷയം അതിനെ ബന്ധപ്പെട്ട് ഞാൻ നിഷേധിക്കുന്നില്ല. ഒരു ദിവസത്തെ ദൈർഘ്യം പോലും ഇല്ലാത്ത ഒരു ചെറിയ വിഷയം അതിനെ ബന്ധപ്പെട്ട് ഞാൻ നിഷേധിക്കുന്നില്ല. SKSFന്റെ പ്രസിഡന്റായ അബ്ബാസ് അലി ശിഹാബ് തങ്ങളോട് അവരോട് എല്ലാം കൃത്യമായി പൂർത്തിയാക്കാൻ പറ, അല്ലെങ്കിൽ ഇവന്റെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അവ ഒഴിഞ്ഞേക്ക് എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞത്, പിന്നെ കാക്ക ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ള സ്ഥാനം ഒഴിയാണ്. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞത്, പിന്നെ കാക്ക ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ള സ്ഥാനം ഒഴിയാണ്. ഞാൻ തങ്ങൾ ജ്യേഷ്ഠ കാക്ക പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുക. പക്ഷെ ഇന്ന് തന്നെ നിങ്ങൾ കാക്കനെ കണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം, ഉടൻ തന്നെ അത് പോകണം. അത് എനിക്കൊരു നിർവാഹമില്ല, നമ്മൾ SKSF ചെയ്യേണ്ട കാര്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ തങ്ങളെ കാണണം എന്നാവശ്യപ്പെടുന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ സീനിയർ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ, ഇസ്ലാം സെന്ററിന്റെ ഭാരവാഹികളും ചേർന്ന് എല്ലാവരും ചേർന്നിട്ട് ഉമർ അലി ശിഹാബ് തങ്ങളെ അടുത്തുപോയി അന്ന് തന്നെ അതിന് വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കി. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഞാനിപ്പോ തന്നെ അബ്ബാസിനെ വിളിച്ചു പറയാം, അത് പിൻവലിക്കാൻ, അത് മുന്നോട്ട് കൊണ്ടുപോകണ്ട. ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് പെട്ടെന്നൊക്കെ കൃത്യമായി നിർവഹിക്കണം എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഒരു വാപ്പ കുട്ടിയോട് കാണിക്കുന്ന നിർബന്ധമായി നിങ്ങൾ അവരെ കണ്ടാൽ മതി എന്ന്